എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു 35 ഒക്കെ കഴിയുമ്പോൾ തന്നെ ഇപ്പം എല്ലാവരും ഒബിസിറ്റിയുടെ പിടിയിലാണ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. ഹാർട്ട് അറ്റാക്കുകളൊക്കെ ഏറ്റവും കൂടുതൽ 35 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതെ അറ്റാക്ക് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് പോകും. പണ്ടത്തെ ഇപ്പം നമ്മുടെ എന്താണ് അച്ഛനും അച്ഛൻ്റെ അമ്മയും ഒക്കെ ഒരുപാട് കാലം ജീവിച്ചിരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു 100 വയസ്സാകാറായി. ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ശരിക്കും എനിക്ക് അതിശയമാണ്. അച്ഛൻ്റെ അച്ഛനും അതുപോലെ കുറെ നാള് ജീവിച്ചിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അസുഖം വന്ന് മരിക്കുമായിരുന്നു. പക്ഷെ ഒത്തിരി വയസ്സായിരുന്നു. എനിക്ക് തോന്നുന്നു 80 ഒക്കെ എബോ വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പൊ വയസ്സൊന്നും രേഖകളില്ലെങ്കിൽ പോലും അവർക്ക് അറിയത്തില്ല പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന എന്താ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും സൂക്ഷിക്കാത്തതുകൊണ്ട് തന്നെ എങ്കിലും ഇപ്പോഴും ഉറപ്പാണ്. കാരണം എൻ്റെ അച്ഛൻ ഒരു 62 63 ആയിട്ട് അവരൊരു 8-10 മക്കളുള്ള ഫാമിലി ആയിരുന്നു. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അച്ചാമ്മയ്ക്ക് ഇപ്പോഴും ഒരു എന്തായാലും ഒരു 95 എബോ ഉണ്ട്. പക്ഷെ ഇപ്പോഴും പുള്ളിക്കാരി ഹെൽത്തിയാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ അച്ചാമ്മ ഇപ്പോഴും ഉണ്ടല്ലോ എല്ലാ ജോലികളും ചെയ്യും. അത് പയ്യെ എനിക്ക് തോന്നുന്നു പൊക്കം കുറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ കൂനൊക്കെ ആയി എങ്കിലും നടക്കുമ്പോഴൊക്കെ പാടാണേലും വെറുതെ ഇരിക്കാതെ അവരുടെ ശരീരപ്രകൃതിക്ക് ചൂല് അതൊക്കെ വെച്ചിട്ട് പയ്യെ ഇങ്ങനെ ക്ലീനിങ് ഭയങ്കരമാണ്. അതുപോലെ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് മുടി കറക്കുന്നില്ല. മുടിയൊക്കെ ചെറിയ നിഴകൾ മാത്രമേ ഉള്ളൂ വെളുത്തിട്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ കറുത്ത മുടിയാണ്. അപ്പൊ പണ്ട് കുട്ടിക്കാലത്തൊക്കെ അച്ഛന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒന്നാണ്, അവർക്കെല്ലാം ഒരു കുളമുണ്ട്. മീൻസ് ഇവരുടെ വീടിനോട് ചേർന്ന കുളം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ ഓരോ ഫാമിലിക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഒരു കിണറും കുളവും ഒക്കെ സ്വന്തമായിട്ടുണ്ടായിരിക്കും. ഒത്തിരി സ്ഥലങ്ങളുള്ളവരല്ല. അപ്പൊ ഈ കുളത്തിൽ തന്നെ കുളത്തിന്റെ കരയിലെല്ലാം തന്നെ ഈ കുപ്പികൾ നിറച്ച് അതിന് കുളത്തിന് ചുറ്റും കുറെ ചെമ്പരത്തിയും കാണും. അപ്പൊ അച്ചാമ്മയുടെ ഒക്കെ സ്ഥിരം ജോലി എന്നാന്ന് വെച്ചാല് ഈ കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ കുപ്പികളും നിറച്ച് ഈ താളികള് പലതരം ചെമ്പരത്തിയുടെയും ഓരോ ഇലയുടെ ഒക്കെ താളി ഇടിച്ച് പിഴിഞ്ഞ് ഇങ്ങനെ കുപ്പികളിലാക്കി സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഇത് ഉപയോഗിച്ചാണ് ഇവർ, അന്നൊന്നും ഷാമ്പൂ ഒന്നും ഇല്ലല്ലോ, പക്ഷെ ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ എന്തോരം മുടിയാണോ മതി. അപ്പൊ ഈ തലമുടിയിലൊക്കെ ഈ താളിയൊക്കെ ഉപയോഗിച്ചാണ് ഇവർ കഴുകുന്നത്. അപ്പൊ എനിക്ക് അച്ചാമ്മയുടെ ഒരു തലമുടി പോലും നരച്ചിട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 10-30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് എല്ലാവരും ഡൈ അടിക്കേണ്ടി വരിക. പിന്നെ ലൈഫ് സ്റ്റൈല് ഒരു വലിയ പ്രധാനമാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ ജങ്ക് ഫുഡ് ആണല്ലോ ഇപ്പൊ കൂടുതൽ എല്ലാവരും കഴിക്കുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സ്പൈസി ആയിട്ടുള്ള ഇതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് തരം കെമിക്കൽസുകൾ. അപ്പൊ ഇതൊക്കെ നമ്മളെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജനറ്റിക്കലി നമുക്ക് കിട്ടേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാർന്നോമാരുടെ കയ്യിൽ നിന്ന് കുറച്ച് ട്രാൻസ്ഫർ ചെയ്ത് തരുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ട്. എങ്കിലും നമുക്കതൊന്നും കിട്ടാത്ത എന്താന്ന് എനിക്ക് അതിശയം തോന്നുന്നു. കാരണം ഈ അച്ചാമ്മയൊക്കെ ഇപ്പോഴും ഇത്ര ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പിന്നെ ഒന്ന്, നമ്മൾ പൊതുവെ മടിയന്മാരാണ്, ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. പഴയ കാരണവന്മാരാണെങ്കിൽ അവർക്ക് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കെല്ലാം ഓഫീസ് ജോലി, അങ്ങനെ ശരീരം അത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ട ജോലികളൊന്നും അല്ല. എല്ലാവരും ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലോ അല്ലാത്ത ജോലികളൊക്കെ ആയിരിക്കും. ബാക്കി എന്ന് പറഞ്ഞാൽ പഴയ ഓൾഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പറമ്പിൽ പണിയുന്നവരോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പോലും ഒത്തിരി മക്കളൊക്കെ കാണുമ്പോൾ അവർക്ക് പാചകം, ഇപ്പൊ ഒരു 10 മക്കളുള്ള വീട്ടിൽ ഞാൻ ഓർക്കും, ആകെ ഇപ്പൊ 2 മക്കളുള്ള എന്റെ വീട്ടിൽ തന്നെ ഭയങ്കരമായിട്ട് പാചകം കഴിയുമ്പോൾ ഞാൻ എന്തോ വലിയ യുദ്ധം കഴിഞ്ഞ പോലെയാ ഒരു ദിവസം ഫുള്ള് പാചകം ചെയ്ത് കഴിയുമ്പോൾ. അപ്പോ ഈ 10 മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇവർ എങ്ങനെയായിരിക്കും പാചകം ചെയ്തിട്ടുണ്ടാവുക? എങ്ങനെ കറികൾ വെച്ച് കാണും? എന്തോരം അരിഞ്ഞു കാണും? എനിക്ക് പല ചിന്തകൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത്രയും ജോലി അവിടെ തന്നെ വീട്ടിൽ ചെയ്യാനുണ്ട്. 10 മക്കളും കസിൻസും ഒക്കെ വന്നാൽ എന്നും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുക, പ്രിപ്പറേഷൻ. അപ്പൊ ഇതെല്ലാം സർവൻസ് ഇല്ലാതെ ഈ അച്ചമ്മ മാത്രമായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത്രയും ഹാർഡ് വർക്ക് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വലിയ വീടൊക്കെ ആണെങ്കിൽ അത് മൊത്തം ക്ലീൻ ചെയ്യുന്ന ജോലികള് സെർവൻസ് ഇല്ലാതെ തന്നെയായിരുന്നു അച്ചാമ്മ ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അവര് ഇത്രയും നാളിരിക്കുന്ന അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ കഴിക്കുന്ന അനുസരിച്ച് അവർ ആ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരു ഇഷ്ടമുള്ള ഫുഡ്, പൈസ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോ വേണേലും ഇഷ്ടമുള്ള ഒരു ഫുഡ് മേടിച്ച് കഴിക്കാം. പക്ഷെ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം വരെ ആണെങ്കിൽ എനിക്ക് അന്ന് നമ്മൾ ചിക്കനൊക്കെ മേടിക്കുന്നത് അല്ലെങ്കിൽ ഒരു നോൺ വെജ് ഐറ്റംസ് മേടിക്കുന്നത് ക്രിസ്മസ് വരണം, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു. അന്ന് നമ്മളൊരു വലിയ സദ്യ കഴിക്കുന്ന ഒന്നീ കല്യാണത്തിന് അല്ലെങ്കിൽ ഓണം വരണം. അല്ലപ്പോ അല്ലാത്തപ്പൊക്കെ നാച്ചുറലി യൂഷ്വൽ ഫുഡ് അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു. ഇപ്പോഴോ എപ്പൊ ചിക്കൻ വേണോ അപ്പൊ ചിക്കൻ മേടിക്കുന്നു, എപ്പൊ ബീഫ് വേണോ അങ്ങനെ. നമ്മൾ എന്ത് ഫുഡാണോ കഴിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ പുറത്തുനിന്ന്
ഇപ്പൊ പുറത്തു പോയി കഴിക്കണം, അന്നേരം കഴിക്കുന്നു, നമുക്കൊന്നിനും റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോ അതിപ്പോ എല്ലാരും തന്നെ അങ്ങനെ ഒന്നിനു വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു, ആ ആഗ്രഹം മാറ്റി വെച്ച് ഒരു വർഷം എടുത്തൊന്നും നമ്മൾ കഴിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പം എന്നും ഓണം പോലെ അങ്ങനെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും കേട്ടോ ഇതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ളവര്. മീൻസ് ഫിനാൻഷ്യലി എബിലിറ്റി കുറഞ്ഞ മനുഷ്യരോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി ഞാൻ ഈ ഒബിസിറ്റിയുടെ കാര്യം പറഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ ഒബിസിറ്റി എല്ലാവർക്കും തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ചെക്കപ്പ് നടത്തി നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ എന്താ പറയാ ബോഡി മാസ് ഇൻഡെക്സ് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. BMI ഒരു പ്രായം കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾ കഴിക്കുന്ന വെയിറ്റ് കൂടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ പറയും, ഓ കുറച്ച് പ്രായം കഴിഞ്ഞില്ലേ, ഇനി വെയിറ്റ് ഒക്കെ കൂടിക്കോട്ടെ. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തിനാ, സ്വാഭാവികമായിട്ടും കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ മക്കളൊക്കെ കഴിഞ്ഞവർ പറയും, ഓ ഇനിയിപ്പോ ഞാൻ എന്തിനാ സൗന്ദര്യം സംരക്ഷിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഞാൻ പ്രായമായില്ലേ. അങ്ങനെയല്ല. നമ്മൾക്ക് സൗന്ദര്യം സംരക്ഷിച്ച് നമ്മളിപ്പോഴും ചെറുപ്പക്കാരായിട്ട് നടക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഹെൽത്ത് സംരക്ഷിക്കുക. അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഹെൽത്ത് സംരക്ഷിക്കുന്ന ആളാണ്. അങ്ങനെയല്ല, ഞാനും മടിച്ചൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും ഒരു ചലഞ്ച് ഏറ്റെടുത്തു. ഒരു 2 വീക്സ് ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഭയങ്കര ഡയറ്റ് കൺട്രോളിലാണ്. പിന്നെ പുറത്തൊന്നും പോയി വർക്കൗട്ട് ചെയ്യാനോ മടിയാണ്. ഇപ്പം ജിമ്മിലാണേലോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ ഇടയ്ക്കൊക്കെ ഞാൻ വിചാരിക്കും ഡാൻസ് പ്രാക്ടീസിന് പോവും. പക്ഷെ ജോലി കഴിഞ്ഞ് ഇവിടെ വന്ന് മടുത്തിരുന്നിട്ട് പിന്നെ പുറത്ത് ഡാൻസ് പ്രാക്ടീസിന് വന്നപ്പോൾ 2 ദിവസം ആകുമ്പോഴത്തേക്ക് നിർത്തും. നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പോകാൻ മടിയാണ്. വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കാനാണ് ശ്രമിക്കുക. അപ്പൊ ഇത് എന്റെ ഈ മനോഭാവം തന്നെയുള്ള കുറേ ആൾക്കാർ കാണും. എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിൽ തീക്ഷ്ണമായ ഒരു ആഗ്രഹം, അത് നമ്മൾ എവിടുന്നെങ്കിലും ആരെങ്കിലും കളിയാക്കണം, അപ്പൊ നമുക്കത് മാറിക്കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിന്ന് ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, നിങ്ങൾ കുറച്ച് ഫോട്ടോസ് നിങ്ങളുടെ തന്നെ എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ ഫോട്ടോസിലൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു, പുതിയ പുതിയ ഫോട്ടോസിൽ നിങ്ങളെ കാണാൻ എങ്ങനെയാണ്. ഇപ്പൊ മെയിൽ ഓർ ഫീമെയിൽ ആരായിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു എന്താണ് ഓരോ മാസം കഴിയുമ്പോൾ ഉള്ള ആ വെയിറ്റിന്റെ ഒബിസിറ്റി വന്നിരുന്നതും നിങ്ങൾ ആ പഴയ ഫോട്ടോസിൽ എങ്ങനെയായിരുന്നു ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയം എക്സസൈസുകൾ, ഇപ്പൊ യൂട്യൂബിലൊക്കെ എന്തോരം എക്സസൈസ് വീഡിയോസ് അവൈലബിൾ ആണ്. അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്യുക. നിങ്ങളിപ്പം മറ്റുള്ളവർ കാണുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ കയറി റൂം അടച്ചിട്ട് ഏതെങ്കിലും ഒരു സമയം ഒരു 30 മിനിറ്റ്സ് അതിനുവേണ്ടി മാറ്റി വെക്കുക. ഞാൻ എങ്ങനെയാട്ടോ, എനിക്ക് മറ്റുള്ളവർ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടാ. മേ ബി എന്റെ ഹസ്ബൻഡ് പോലും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഷൈ ആയിട്ടിരിക്കും. അപ്പൊ ഞാൻ നമ്മുടേതായ പേഴ്സണൽ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പിന്നെ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പല പ്രലോഭനങ്ങളും ഫുഡിന്റെ വരും. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനെന്താ ചെയ്യുന്ന വെച്ചാല്, ഈ നമ്മള് മിക്കവാറും ഇപ്പൊ ഓഫീസിലാണെന്ന് വെച്ചോ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് ഒക്കെ വരുന്ന സ്ഥലത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡയറ്റിങ്ങിലാണെന്നുള്ള കാര്യം അവിടെ അങ്ങ് അനൗൺസ് ചെയ്തേക്കണം. കാര്യം എന്താന്ന് വെച്ചാല്, അപ്പൊ പലതവണ ഫുഡ് വരുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാനുള്ള ടെൻഡൻസി വന്നാൽ പോലും അവർ പറയും യു ഡയറ്റിങ്ങിലല്ലേ, കൊടുക്കണ്ടെന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ വേണ്ട. കാരണം നിങ്ങളെ ഇവിടെ തടയാൻ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് കഴിക്കാതിരിക്കാൻ നിങ്ങളെ ആരെങ്കിലും ഓ ആ പുള്ളിക്ക് കൊടുക്കണ്ട ഡയറ്റ് അല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും കഴിക്കാൻ തോന്നില്ല. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ആരോടും നിങ്ങൾ ഡയറ്റിലാണെന്ന് പറഞ്ഞില്ലോ എന്ന് വെച്ചോ, അപ്പൊ എന്ത് സംഭവിക്കും, എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ട്രീറ്റ് ഒക്കെ വരുമ്പോൾ എല്ലാരും കഴിക്കുന്നതാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നൊരു ദിവസത്തേക്ക് ഇത് ഒഴിവാക്കിയേക്കാം, കഴിച്ചേക്കാം എന്നൊരു തോന്നൽ വരും. പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ, മധുരം. നിങ്ങളുടെ ഷുഗർ നിങ്ങളുടെ എല്ലാ ഫുഡിൽ നിന്നും കട്ട് ചെയ്യുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഷുഗർ എല്ലാ ഫുഡിൽ നിന്നും ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കേ. എല്ലാത്തിൽ നിന്നും മീൻസ് മധുരം ഒരുപാട് ചായ കുടിക്കുന്നവരാണെങ്കിൽ മധുരം ഒഴിവാക്കി ചായ കുടിക്കുക. പിന്നെ ഒരുപാട് മധുരം അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മധുരമൊക്കെ കട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ പയ്യെ പയ്യെ ഷുഗർ കട്ട് ചെയ്താണ്. മീൻസ് ഫോറിൻ കൺട്രീസിലൊക്കെ ഷുഗർ എന്ന് പറയുന്നത് വൈറ്റ് പോയിസൺ ആണ്. അപ്പൊ അത് കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഭയങ്കര മാറ്റം ഉണ്ടാവും. പിന്നെ പിന്നെ പയ്യെ എന്ത് ചെയ്യണം, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കണം. അങ്ങനെ പയ്യെ പിന്നെ ഈ പറയുന്ന പോലെ വലിയ വലിയ ഡയറ്റ് പ്ലാൻ ഒന്നും അല്ല. നമ്മൾ എല്ലാ ഫുഡും കഴിക്കുക, പക്ഷെ കുറച്ച് കഴിക്കുക. കുറച്ച് ഫുഡ് കഴിക്കുക. അല്ലാതെ എടുക്കുമ്പം ഒരു 4 ചപ്പാത്തി എടുത്തിട്ട് ഞാൻ ഡയറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടന്റ് കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അത്രയും കഴിക്കുന്നതനുസരിച്ച് വർക്കൗട്ട് ചെയ്യുക. മിനിമം ഒരു 1 അവർ എങ്കിലും മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് വർക്കൗട്ട് മീൻസ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും നമ്മൾ ജിമ്മിലൊന്നും പോകാൻ പറ്റാത്തവർക്ക് അല്ലാത്ത വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണല്ലോ, അതൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ പോലെ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക, കുറയുന്നുണ്ടോ ഇല്ല നോക്കുക. അപ്പം നിങ്ങൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കട്ടെ.
അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ എന്താ പറയാ ചാനൽ കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.